പുറത്ത് നോക്കിയപ്പോൾ നല്ല മഴക്കോളുണ്ട്. അപ്പോഴാണെങ്കിൽ ഒരു ഗ്ലാസ് ചൂട് ചായ എടുത്തിട്ട് വീടിൻ്റെ ഉമ്മറത്ത് പോയിരുന്ന് കുടിക്കാൻ എനിക്കൊരു ആഗ്രഹം. വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നല്ല പച്ചപ്പും ഹരിതാപമൊക്കെ ഇട്ടേ. കുറച്ച് നാൾ മുന്നേ വരെ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഒരു ഗ്ലാസ് ചായ എടുത്ത് സിറ്റ് ഔട്ടിൽ വന്നിരുന്ന് ആസ്വദിച്ച് കുടിക്കും. ഇപ്പം പിന്നെ അതൊരു ശീലമായിട്ടില്ല. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും പിന്നെ ഇപ്പോൾ റീൽസിലൊക്കെ കാണുന്നുണ്ടല്ലോ, രാവിലെ വെറും വയറ്റിൽ ചായ കുടിക്കരുത്, ചായയെ കുടിക്കരുത്, ഷുഗർ കട്ട്. അതൊക്കെ കാരണം രാവിലെ എണീറ്റിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ചായക്കൊടി ഞാൻ ഒഴിവാക്കി. എനിക്ക് എന്നും ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ചെയ്യാനാ, ഒരു ചായ ലവറായിട്ടുള്ള ഞാൻ പണ്ടൊക്കെ ഉണ്ടാക്കുന്ന എല്ലാം ചായ ഫ്ലോപ്പായിരുന്നു കേട്ടോ. ഇടയ്ക്ക് പാലും പഞ്ചസാരയും കൂടി ചായയൊക്കെ കുറുകി പായസം പോലെ ആവാറുണ്ട്. ഇടയ്ക്ക് വെള്ളം കൂടി ചായയുടെ ഒരു വികാരം ഉണ്ടാവാറില്ല. പിന്നെ ഇന്നും രാവിലെ ഉണ്ടാക്കി ഇപ്പം ഞാൻ എക്സ്പേർട്ടാണ്. പാലും വെള്ളവും സെയിം അളവിലെടുത്ത് ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് ലാസ്റ്റ് ഇച്ചിരി പഞ്ചസാര ഇട്ടാൽ എൻ്റെ സ്വാദിഷ്ടമായ ചായ റെഡി. പണ്ടൊക്കെ ഇഞ്ചി ചായ, ഏലക്ക ചായ, മസാല ചായ, പട്ട ചായ, അങ്ങനെ പല വെറൈറ്റി ചായ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം പിന്നെ വലിയ ആർഭാടമൊന്നുമില്ല. നല്ല ചൂടുള്ള പതപ്പിച്ച ചായയാണ് എനിക്കിഷ്ടം. ഈ ഇഷ്ടത്തിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എൻ്റെ അമ്മയ്ക്ക് തണുത്ത ചായ ഇഷ്ടം, എൻ്റെ അനിയത്തിക്ക് പതപ്പിച്ച ചായ ഇഷ്ടമേ അല്ല. ഇതൊക്കെയാണ് എൻ്റെ ചായ കഥകൾ. ബൈ ദ വേ, എൻ്റെ ചായ റെഡിയായി. നിങ്ങളും ചായ കുടിച്ച് ചില്ലായിട്ടിരിക്കും കേട്ടോ. ഞാനും പച്ചപ്പും ഹരിതാപയൊക്കെ ആസ്വദിച്ച് ചൂടുള്ള ഈ ചായ കുപ്തനെ പോലെ ഊതി ഊതി കുടിക്കട്ടെ. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ടാറ്റാ.